നമസ്കാരം, തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം. വീണ്ടും ശബരിമലയും ശബരിമല ശ്രീ ധർമ്മശാസ്താവും ഒക്കെ വീണ്ടും വിവാദങ്ങളിൽ പെടുന്ന, അല്ലെങ്കിൽ ആരൊക്കെയോ ചേർന്ന് വലിച്ചിഴക്കുന്ന, വീണ്ടും ശബരിമലയെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളും പ്രതികരണങ്ങളുമാണ് വരുന്നത്. പ്രധാനമായും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗമായിട്ട് അവരുടെ ഒരു ആഘോഷ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത്. പ്രധാനമായും സർക്കാരിൻ്റെ തന്നെ സ്പോൺസർ, അല്ലെങ്കിൽ സർക്കാർ സ്പോൺസർ ചെയ്ത ഒരു പരിപാടിയാണ് ഇത് എന്ന വിമർശനമാണ് ഉയരുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുത്ത് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ എന്താണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന അത്തരത്തിലുള്ള പല വിമർശനങ്ങളുമാണ് ഉയരുന്നത്. BJP പറയുന്നത് വാണിജ്യവൽക്കരണമാണ്. അതായത് ശബരിമലയെ വാണിജ്യവൽക്കരിച്ച് ഒരു വ്യവസായ സൗഹൃദ മേള എന്നൊക്കെ പേരിട്ട് വിളിക്കാവുന്ന തരത്തിലുള്ള ഒരു പരിപാടിയാണ് സംഘടിപ്പിക്കാൻ പോകുന്നത് എന്നാണ് BJPയുടെ മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരൻ പറയുന്നത്. പക്ഷേ ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് അടക്കമുള്ള ആളുകൾ പറയുന്നത് ആഗോള അയ്യപ്പ സംഗമം എന്ന ഈ ഒരു പരിപാടി ശബരിമലയുടെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ്. ഇതിൽ രാഷ്ട്രീയമില്ല, ആകെ ഉള്ളത് ശബരിമലയുടെ വികസനം മാത്രമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം NSS ഇപ്പോൾ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. ഈ അയ്യപ്പ സംഘവുമായി സഹകരിക്കാം എന്നാണ് NSS പറയുന്നത്. NSSന്റെ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സംഗീത് കുമാർ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. ഇതിനെതിരെ ഇപ്പോൾ BJP രംഗത്തെത്തിയിരിക്കുകയാണ്. നേരത്തെ നടന്ന നാമജപ ഘോഷയാത്രയും അയ്യപ്പ ഭക്തരെ പീഡിപ്പിച്ചതും അയ്യപ്പ ഭക്തർക്കെതിരെ എടുത്ത കള്ളക്കേസുകളും ഒന്നും NSS മറക്കരുത് എന്നാണ് കുമ്മനം രാജശേഖരൻ പറയുന്നത്. പല കരയോഗം പ്രസിഡന്റുമാരുടെയും മക്കളും മരുമക്കളും ഒക്കെ തന്നെ ഇപ്പോഴും കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുകയാണ് എന്ന കാര്യം ഓർക്കണമെന്നാണ് ഈ നായർ സർവീസ് സൊസൈറ്റിയിലെ അംഗങ്ങളോട് കുമ്മനം രാജശേഖരൻ പറയുന്നത്. ഇതിൽ ഇപ്പോൾ BJP ആണ് വെട്ടിലായിരിക്കുന്നത് എന്നാണ് ശ്രദ്ധേയം. ഏതായാലും NSSന്റെ പിന്തുണ പരോക്ഷമായെങ്കിലും കിട്ടിയതിൽ വളരെ ആഹ്ലാദത്തിലാണ് സംസ്ഥാന സർക്കാർ ഉള്ളത്. നേരത്തെ തന്നെ SNDP പരിധി വിട്ടുകൊണ്ട് സർക്കാരിനെ പിന്തുണക്കുന്ന പല കാര്യങ്ങളും സർക്കാരിനെ പിന്തുണക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ NSS SNDP എന്ന സംഘടനകൾ, അതായത് ഹിന്ദു സമുദായത്തിലെ പ്രമുഖ സംഘടനകളൊക്കെ തന്നെ ഇപ്പോൾ സർക്കാരിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു. അപ്പോൾ നേരത്തെ UDF ആരോപിച്ചതുപോലെ ഒരു ഭൂരിപക്ഷ സമുദായ ഏകീകരണം ഉണ്ടാക്കി അതിലൂടെ വീണ്ടും ഒരു പിണറായി സർക്കാർ ഉണ്ടാവും, ആ തരത്തിലാണ് ഇപ്പോൾ CPMന്റെ നീക്കം നടക്കുന്നത് എന്ന ആരോപണം കൂടുതൽ ശക്തിപ്പെടുകയാണ്.